ഈ അന്ത്യത്താഴത്തെ കുറിച്ചൊരു ഒരു കലാകാരൻ ഉണ്ടാക്കി. അന്ത്യത്താഴം ലാസ്റ്റ് സപ്പറിന്റെ ഫോട്ടോ നിങ്ങളുടെ വീടുകളിലൊക്കെ ആ ലാസ്റ്റ് സപ്പറിന്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കാൻ നിങ്ങൾ ചെയ്യും. ഇനി അല്ലെങ്കിൽ വിശ്വാസമൊക്കെ വരുമ്പോൾ പള്ളിയിൽ ബാക്കില് നമ്മൾ വരച്ചു വെച്ചിട്ടുണ്ട് 12 അപ്പസ്തോലന്മാര്. അന്ത്യത്താഴമല്ല, 12 അപ്പസ്തോലന്മാര്. അപ്പൊ ഇതിലെ ഈ അന്ത്യത്താഴത്തിന് പടം വരച്ച അവസരത്തില് ആർട്ടിസ്റ്റ് ഓരോ കർത്താവിനും അപ്പസ്തോലന്മാരും പറ്റിയ ഫേസ് കണ്ടെത്താൻ പരിശ്രമിക്കുകയാണ്. ആരെ സമീപിച്ചാലാണ് കർത്താവിന്റെ ഫേസ് പോലെ കർത്താവിന്റെ ഫേസിന് എന്താണ്? കർത്താവിന്റെ ഫേസ് എന്ന് വെച്ചാല് ട്രാൻസെൻഡന്റ് ലവ്ലിനെസ് ആൻഡ് പ്യൂരിറ്റി. അതിന്റെ അടയാളമാണ് ഗ്രേസ് ഉള്ള മുഖം. അതിന്റെ പൂർണ്ണത കർത്താവിലാണ്. അപ്പൊ കർത്താവിന്റെ വിഭാഗത്തിലുള്ള ആൾ കണ്ടുപിടിച്ചു, മറ്റപ്പസ്തോലന്മാരെടുത്തുള്ള കണ്ടുപിടിച്ചു. അവസാനം തെക്കെ വെച്ചിരിക്കുകയാണ് യൂദാസ് എന്ന കഥാപാത്രത്തെ ശരിക്കും നമുക്ക് വരച്ച് കാണിക്കാൻ പറ്റുന്ന ഫേസ് എവിടെയാണ്? ഇതിങ്ങനെ നടക്കുക, ഈ കലാകാരൻ അന്വേഷിച്ച് നടക്കുക. അങ്ങനെ എല്ലാവരും കണ്ടുപിടിച്ചു, യൂദാസിനെ പറ്റിയ ആളെ മാത്രം കണ്ടുപിടിച്ചിട്ടില്ല. എന്നിട്ട് ഇത് സംഭവിച്ചെന്ന് പറയുമ്പോൾ അങ്ങനെ നടന്ന് ഒരു തെരുവിലെത്തിയപ്പോ ഒരാളെ കണ്ടു. നോക്കി പിടിച്ചു വരുമ്പോ ഏതാണ്ട് യൂദാസ് പോലെ ഇരിക്കുന്നു. ക്രൂരന്റെ മുഖം, ഗ്രേസ് ഇല്ലാത്ത മുഖം, ദുഷ്ടതയുടെ മുഖം, അങ്ങനെയുള്ള ഒരു മുഖം കണ്ടുപിടിച്ചു. എന്നിട്ട് ആ മനുഷ്യൻ്റെ അടുത്ത് ചെന്നു, എനിക്കിങ്ങനെ കാര്യമുണ്ട്, നിന്നെ എനിക്കിത് വരയ്ക്കണം. എന്തിനു വേണ്ടിയാണ്? ഞാൻ പലരുടെയും മുന്നിട്ട് വരച്ചു, യുവദാസിന്റെ പടം വരയ്ക്കാൻ സാധിച്ചു. ഉടൻ തന്നെ ഈ മനുഷ്യൻ പറഞ്ഞു, ചേട്ടാ, ഞാൻ ചേട്ടന്റെ മുറിയിൽ വന്നിരുന്നതാണ്. ഞാൻ ഇതിനു മുമ്പ് ചേട്ടന്റെ മുറിയിൽ വന്നിരുന്നിരുന്നു. നീ വന്നിട്ട് നീ ആദ്യമായിട്ട് നിന്നെ ഞാൻ കാണുന്നത് അല്ല. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഒരുപാട് നാളെടുത്ത് വരച്ചതാണല്ലോ അന്ത്യത്താഴം എന്ന് പറയുന്നത്. എന്നിട്ട് പറഞ്ഞു, ക്രിസ്തുവിന്റെ മുഖം വരയ്ക്കാൻ ഞാൻ നിന്റെ അടുത്ത് വന്നിരുന്നു. ക്രിസ്തുവിന്റെ മുഖമായിരുന്ന മനുഷ്യനാണ് ആര്? ഈ മനുഷ്യൻ. ആ മനുഷ്യൻ കുറെ കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ക്രിസ്തുവിന്റെ ഗ്രേസ് ഇല്ലാത്ത യൂദാസിനെ പോലെയുള്ള മനുഷ്യനായിട്ട് മാറി. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഈ ഇരിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ എത്ര നിഷ്കളങ്കത, മാലാഖ കുഞ്ഞുങ്ങളാണ്. മാമോദിസം സ്വീകരിച്ച്, സൈലാബിനെ സ്വീകരിച്ച്, കല്യാണം നടത്തി, പട്ടം സ്വീകരിച്ച്, സന്യാസം സ്വീകരിച്ച് എത്രയോ ഗ്രേസ്ഫുള്ളായിട്ട് മുന്നോട്ട് പോയിരുന്നവരാണ്. ഇപ്പോഴും നമ്മൾ നന്നായി നല്ല രീതിയിൽ പോകുന്നുണ്ട് കേട്ടോ, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇത് മാത്രം നമ്മൾ താഴേക്ക് പോകും. ആ യേശുവിന്റെ മുഖവും യേശുവിന്റെ ഹൃദയവും ഇല്ലാത്ത രീതിയിൽ നമ്മൾ എങ്ങനെയും മുന്നോട്ട് പോകും. അധപ്പതിക്കാണ് ആദ്യം ഉണ്ടായിരുന്ന, അതുകൊണ്ടാണ് വെളിപാടിന്റെ പുസ്തകത്തിൽ നമ്മൾ കുറിച്ച് പറയുന്നത്, നിനക്ക് ആദ്യം ഉണ്ടായിരുന്ന ആ കൃപ, സ്നേഹം ഇല്ലാതായിരിക്കുന്നു. അതല്ലേ യൂദാസിന് സംഭവിച്ചത്. യൂദാസിന്റെ ഈ ശൈലി ആരംഭത്തിലുണ്ടായിരുന്നു എന്ന് വിചാരിക്കുന്നുണ്ടോ? യൂദാസിന്റെ കർത്താവ് എതിർക്കുമായിരുന്നില്ല. ആ മനുഷ്യൻ ക്രിസ്തുവിന്റെ മുഖത്തോട് ചേർന്നിരുന്ന അത്രത്തോളം സാമ്യം ഉണ്ടായിരുന്ന മനുഷ്യൻ ജീവിതത്തിൽ ദൈവത്തിൽ നിന്ന്, ദൈവിക മൂല്യങ്ങളിൽ നിന്ന് അകന്ന് ദുഷ്ടന്റെ മുഖമായിട്ട്, ക്രൂരതയുടെ മുഖമായിട്ട്. ഇതാണ് പ്രിയപ്പെട്ട നമ്മുടെ ജീവിതത്തിൽ സൂക്ഷിച്ചില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത്. മാമോദിസം നടത്തി, സൈലാപനം കഴിച്ചു, നിസ്സാരം നടത്തി, കുർബാന സ്വീകരിച്ചു, എല്ലാം കഴിച്ചു, കല്യാണം നടത്തി. ഇപ്പൊ ചില ചേട്ടന്മാരും ചേച്ചിമാരും ചോദിച്ചോക്കി, ഈ പ്രീക്കാന കോഴ്സിനൊക്കെ വരുമ്പോ അവരോട് ചോദിക്കാറുണ്ട്, ഞാൻ നിങ്ങൾ എങ്ങനെയാണ് ജീവിക്കാൻ മുന്നോട്ട് പോകുന്നത്? ഇതാ വിചാരിച്ചോ, ഞാൻ അച്ഛനാരും ക്ലാസ് എടുക്കാറുണ്ട്. അച്ഛൻ വിചാരിച്ചോ ഞങ്ങളെ ഒന്നാന്തരം കപ്പലായിട്ട് മാറും. ഒന്നാന്തരം ഞങ്ങളെക്കാൾ നല്ല ഭാര്യ ഭർത്താക്കന്മാര് മാതാപിതാക്കൾ ലോകത്തിലുണ്ടാകും. അങ്ങനെ പറഞ്ഞിരുന്നവര് ഈ കൂട്ടത്തിലുണ്ടാവും. ഉണ്ട്, ഇതെന്ന് പറയാൻ പറ്റില്ല. ഞാൻ 10-14 വർഷം കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ. എവിടെ പോയി നമ്മുടെ ദാമ്പത്യ വിശ്വസ്തത, ദാമ്പത്യ പരിശുദ്ധി? എവിടെ പോയി ക്രിസ്ത്യാനി നിലയിലുള്ള, വൈദികൻ എന്ന നിലയിലുള്ള, സന്യാസി നിലയിലുള്ള നമ്മുടെ പരിശുദ്ധി? രണ്ടാമത്തെ അതാണ് ഡിക്റ്റേറ്റ്. മൂന്നാമത് നമ്മൾ കാണുന്നത് പത്രോസിന്റെ ഡിറ്റർമിനേഷൻ. നമുക്കറിയാം, ലൂക്കായുടെ സുവിശേഷത്തിലും മത്തായിയുടെ സുവിശേഷത്തിലും മർക്കോസിന്റെ സുവിശേഷത്തിലും പറയുന്നുണ്ട്, നീ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. അത് കൺഫേം ചെയ്തുകൊണ്ട് ഇവിടെ യോഹന്നാൻ സുവിശേഷത്തിൽ പറയുകയാണ്, ഞങ്ങൾ എവിടെ പോകും? നീ അല്ലാതെ ഞങ്ങൾക്ക് ആരുള്ളത്? ആ രീതിയിലേക്ക് പത്രോസിന് യേശുവോടുള്ള അടുപ്പം വന്നിട്ടുള്ളതാണ്. ഞങ്ങളെ നിത്യജീവന്റെ വചനം നിന്റെ പക്കലാണ്. ഞങ്ങൾ ഈ ലോകത്ത് എന്തൊക്കെ നേടാൻ പരിശ്രമിച്ചാൽ, എന്തൊക്കെ നേടിയാലും ഒക്കെ ഞങ്ങൾക്ക് നഷ്ടമാകും. ഏത് സമയത്തും നഷ്ടമാകും. നിങ്ങൾ ആലോചിക്കും, ഞാനിപ്പോ അച്ഛനായിട്ട് 36 വർഷമായി.
അതിന് 15 വർഷം മുമ്പ് വൈദികന് സെമിനാരി ചേർന്നു. പിന്നെ 15 വയസ്സായപ്പോഴുള്ള നോക്കി 12 വർഷമായി ഞാൻ ഈ ഭൂലോകത്ത് ജീവിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതിനേക്കാൾ കൂടുതൽ ജീവിച്ചു നിങ്ങളുണ്ടല്ലോ. ഇനി ഞാൻ തൊട്ട് താഴെ നിൽക്കുന്നവരുണ്ടല്ലോ. നമ്മൾ എന്തൊക്കെ നേടാൻ ശ്രമിച്ചു? ഇനി നമുക്ക് മുമ്പ് നേടിയവർ എന്താ കൊണ്ടുപോയത്? നേടിയിട്ട് നന്മ ചെയ്ത് സൽപ്പേരോട് കൂടി മക്കൾക്കും ജീവിത പങ്കാളിക്കും അല്ലെങ്കിൽ മാതാപിതാക്കൾക്കും ഒക്കെ നല്ല രീതിയിൽ അഭിമാനത്തോടു കൂടി പറയാവുന്ന രീതിയിൽ മക്കളായി ജീവിച്ചു പോകുകയാണെങ്കിൽ ദാറ്റ് ഈസ് അവർ ക്രെഡിറ്റ്. അതാണ് നമുക്കുള്ളൂ. അതില്ലാതെ നമ്മൾ എന്തൊക്കെ നേടിയാൽ എന്ത് സംഭവിക്കാൻ പോകുന്നു? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, യേശുവിന് വ്യക്തിപരമായ ഉൾക്കൊള്ളാം. ഒരു ക്രിസ്ത്യാനിയായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ട്രൂലി എ പേഴ്സണൽ എൻകൗണ്ടർ വിത്ത് ക്രൈസ്റ്റ്. ക്രിസ്തു എന്ന വ്യക്തിയോടുള്ള ആ വ്യക്തിപരമായിട്ടുള്ള ബന്ധമാണ് യഥാർത്ഥത്തിലുള്ള ശിഷ്യത്വം എന്ന് പറയുന്നത്. ലോകത്തിന് മുമ്പിൽ, ലോകത്തിന്റെ പ്രവണതകളുടെ മുമ്പില് ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുക, ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുക. യൂക്രിസ്റ്റിക് ലോർഡ് ജീസസ് ഇൻ ദ ഹോളി യൂക്കറിസ്റ്റ്, ദാറ്റ് ഈസ് ദ സെന്റർ ഓഫ് മൈ ലൈഫ്, ദ സോഴ്സ് ഓഫ് സ്ട്രെങ്ത് ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞ് ആ പള്ളിക്കുള്ളിലും പള്ളിക്ക് പുറത്തും കർത്താവിലേക്ക്, പള്ളിയിലുള്ള യൂക്രിസ്റ്റിക് ലോർഡിലേക്ക് നോക്കി നിൽക്കുന്ന ആധ്യാത്മികത. പള്ളി വരും മാത്രമല്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് വിച്ച് ഈസ് ദ ഹാർട്ട് ഓഫ് ദ പാരിഷ്. ഒരു ഇടവകയുടെ ഹാർട്ട് എന്ന് പറയുന്നത്, ഹൃദയം എന്ന് പറയുന്നത് ഇടവ പള്ളിയാണ്. അതൊരു ഹോളല്ലോ. കർത്താവ് ജീവനോടെ എഴുന്നള്ളിയിരിക്കുന്ന ഇടവക പള്ളി എന്ന് പറയുന്നത് നമ്മുടെ പാരീഷിന്റെ ഹാർട്ടാണ്. നമ്മൾ പാരീഷിന്റെ ഏത് ഭാഗത്ത് താമസിച്ചാലും നമ്മുടെ കണ്ണ്, കുറുക്കന്റെ കണ്ണ് കോഴിക്കുട്ടിലേക്ക് എന്ന് പറഞ്ഞ പോലെ നമ്മുടെ കണ്ണ് യൂക്രിസ്റ്റിക് ലോർഡിലേക്ക് തിരിഞ്ഞിരിക്കണം. ദാറ്റ് ഈസ് പേഴ്സണൽ എൻകൗണ്ടർ വിത്ത് ജീസസ് ക്രൈസ്റ്റ്. പ്രിയപ്പെട്ടവർ, ഇതാണ് പത്രോസിന്റെ മഹത്വം എന്ന് പറയുന്നത്. പത്രോസ്, ഇത്രയും പ്രായമുള്ള കല്യാണം കഴിച്ച പത്രോസിന് കല്യാണം കഴിക്കാത്ത യോഹന്നാനെ മാറ്റി നിർത്തിയിട്ട് കർത്താവ് പത്രോസിന് മാർപ്പാപ്പയായതിന് പ്രധാനപ്പെട്ട കാരണം പത്രോസിന്റെ ഉള്ളിൽ സംഭവം വീഴ്ചകളൊക്കെ വരും. ഇടയ്ക്കൊക്കെ വീണിട്ടുണ്ട് പത്രോസ്. പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ കർത്താവിന്റെ കോറ് കണ്ടെത്തിയ മനുഷ്യനാണ് പത്രോസ്. ഞങ്ങൾ എവിടെ പോകും കർത്താവ്? നിങ്ങൾ പോകുന്നത് ചോദിച്ചു. ബാക്കി എല്ലാവരും പോയല്ലോ. ഈ നിങ്ങളെ 12 പേര് പോകുന്നത് 12 പേരിലൂടെയാണല്ലോ കർത്താവ് തന്റെ ദൗത്യം വിടാനായിട്ടൊക്കെ എല്ലാം അറേഞ്ച് ചെയ്തുകൊണ്ട് വന്നിരുന്നത്. കർത്താവിന് തോന്നി ഇവരോടും ചോദിക്കാറ്. ഹി വാസ് നോട്ട് റെഡി ടു ഹാവ് എനി കൈൻഡ് ഓഫ് കോംപ്രമൈസ് ഇൻ ദ ടീച്ചിങ് അബൌട്ട് ദ ഹോളി യൂക്കറിസ്റ്റ്. വിശുദ്ധ കുർബാനയെ കുറിച്ചുള്ള പ്രബോധനത്തിൽ ഒരു തരത്തിലുള്ള വെള്ളച്ചാർക്കലിന് കർത്താവ് തയ്യാറായിരുന്നു. അതുകൊണ്ട് ഞാൻ ആരംഭത്തിൽ പറഞ്ഞത് കർത്താവ് ഉപമയിലൂടെ, രൂപകങ്ങളിലൂടെ ഒക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ വിശുദ്ധ കുർബാന എന്താണ്? മനുഷ്യപുത്രന്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യാതെ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടാകുകയില്ല. നിത്യജീവൻ എന്ന് പറഞ്ഞാൽ ഇന്റിമസി വിത്ത് ദ ലോർഡ്. സന്യസ്തരാണെങ്കിലും അന്മാരാണെങ്കിലും ബേസിക് ആയിട്ട് നമുക്ക് ഉണ്ടാകേണ്ട ഈ യേശുവുമായിട്ടുള്ള ബന്ധമാണ് ഇത് പറഞ്ഞത്. അത് ആത്മാവും ജീവനവും നിറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വ്യക്തിപരമായിട്ടുള്ള ഇന്റിമസി. കർത്താവേ, നിങ്ങൾ എവിടേക്ക് പോകും? നേരം വെളുക്കുമ്പോൾ മക്കളോട് ചേർത്ത്, മക്കളെയും ജീവിത പങ്കാളിയും ചേർത്ത് നിർത്തി നമ്മൾ പറയണം, ദൈവമേ, ഞങ്ങൾ പഠിക്കാൻ പോവുക, ജോലിക്ക് പോവുകയാണ്, ചികിത്സയ്ക്ക് പോവുകയാണ്, ബിസിനസ്സിന് പോവുകയാണ്. ഞങ്ങൾ എവിടെ പോകും? ഞങ്ങളുടെ കൂടെ ഉണ്ടാകണം. ഞങ്ങൾ എവിടെ പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലാണ്. ഞങ്ങൾക്ക് സമാധാനവും സന്തോഷവും ഞങ്ങളുടെ ജീവിതത്തിലെ കൂട്ടായ്മ മനോഭാവം തരുന്ന നിത്യജീവന്റെ വചനം നിന്നിലാണ്. നിന്നിൽ ഞങ്ങൾക്ക് എവിടെ പോകാൻ സാധിക്കും? നീ ദൈവത്തിന്റെ പരിശുദ്ധനാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും അറിയുകയും ചെയ്യും. വിശ്വസിക്കുക, അറിയുക എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് പേഴ്സണൽ ഇന്റിമസിയാണ്, എക്സ്പീരിയൻസ് ആണ്. അത് തലച്ചോറ് ഉപയോഗിച്ചുകൊണ്ടുള്ള പഠനമല്ല പ്രിയപ്പെട്ടവര്. നമ്മുടെയൊക്കെ പലരുടെയും ബൈബിൾ പഠനവും അതുപോലെ തന്നെ നമ്മുടെയൊക്കെ ജീവിതമൊക്കെ പലപ്പോഴും തലയിലേക്ക് മാത്രം നിൽക്കാം. അതിനടിസ്ഥാനത്തിൽ നമുക്കത് വിലയിരുത്തുന്നു. നമ്മുടെ തലയില് ഈശോയെക്കുറിച്ചുള്ള ജ്ഞാനം ഹൃദയത്തിലേക്ക് ഇറങ്ങണം. ആ ഹൃദയത്തിലേക്ക് ഇറങ്ങുമ്പോഴാണ് വിശ്വസിക്കാനും അറിയാനും സാധിക്കുള്ളൂ. അറിയാന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസ്. ടു ഹാവ് പേഴ്സണൽ ഇന്റിമസി വിത്ത് ദ ലോർഡ് ഹു ഈസ് എവരിതിങ് ഫോർ us.